ഞാൻ ഇന്ന് നിൽക്കുന്നത് മൂന്നേരുള്ള കളിയാട്ടക്കാവ് അമ്പലത്തിൻ്റെ മൂലസ്ഥാനത്താണ്. എൻ്റെ കൂടെയുള്ള ഗോപിയേട്ടനാണ്. വെളിവള്ളിക്കാവിലെ മൂന്നാമത്തെ കാരണവരാണ് ഗോപിയേട്ടൻ. ഗോപിയേട്ട, ഇവിടെ ഈ സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? ഇത് ചാത്രങ്ങാരിപ്പറമ്പ്. ഇവിടെയാണ് അമ്മ ആദ്യം വന്ന് കുടിയിരുന്നത്. ഇവിടുന്നാണ് എഴുന്നള്ളത്തും കാര്യമൊക്കെ ആയിട്ട് ഇവിടുന്ന് ഇടവ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാപ്പൊലിക്ക ചടങ്ങ് ഉണ്ടാകാറുള്ളത്. തലപ്പാറ മുട്ടിച്ചിറ വഴി വരുമ്പോൾ നമുക്കൊരു ആൽമരം കാണാം. ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് കലങ്കൊള്ളിയാല. ഇവിടെ കുതിരകളും ഭക്തരും പ്രദക്ഷിണം വെച്ച ശേഷമാണ് പൈങ്ങാംകുളങ്ങരയിലേക്ക് പോവുക. അവിടെ ഇപ്പം കാണിച്ച ഈ ഷോട്ട് ഞാൻ എടുത്തത് മിനിഞ്ഞാന്നാണ്, അതായത് വെള്ളിയാഴ്ചയാണ്. ഇന്ന് ഞായറാഴ്ച ഉത്സവത്തിൻ്റെ ആരവങ്ങളൊഴിഞ്ഞു, ആൾക്കാരൊഴിഞ്ഞു. നമുക്കിന്ന് വളരെ വൃത്തിയായി കളിയാട്ടക്കാവ് കാണാം. ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കാം. ഞാൻ ആർക്കിടെക്ട് ഭവിത്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെളിവള്ളിക്കാർ, അപ്പാശ്ശേരിക്കാർ എന്നീ രണ്ട് തറവാട്ടുകാർക്കാണ് ഈ ഉത്സവം നടത്താനുള്ള അല്ലെങ്കിൽ ഈ അമ്പലത്തിൻ്റെ അവകാശമുള്ളത്. അപ്പോൾ അവരോടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അവരാണ് നമുക്ക് ഈ ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ തരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് കാണാൻ പറ്റുക. ഈ അമ്പലത്തിന് ശരിക്ക് കിഴക്കോട്ടല്ല, പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഈ അമ്പലത്തിൻ്റെ ദർശനം നിങ്ങൾക്ക് കാണാൻ കഴിയും. നടുക്കൊരു മരവും നമുക്ക് കാണാൻ കഴിയും. വേറെ ഒരു അമ്പലത്തിലും കാണാത്ത ഒരു വ്യൂ ആണത്. അത് ഈ അമ്പലത്തിന് കുറച്ചധികം ഭംഗി നൽകുന്നു. നിങ്ങൾക്കത് വീഡിയോയിലൂടെ കാണാൻ കഴിയും. മുള, കുരുത്തോള, തുണി എന്നീ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവർ ഈ കുതിരകൾ ഉണ്ടാക്കുക. അത് വെച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും അവർ വലം വയ്ക്കുക. അതിന് ശേഷമാണ് നമ്മളിനി പോകാൻ പോകുന്ന ആ പൊളിക്കുന്ന സ്ഥലത്തേക്ക് അവർ പോകുക. ഓക്കെ, അപ്പം ഇവരുടെ ഒരു തോറ്റംപാട്ടിനനുസരിച്ച് കുതിരയും കൊണ്ട് ആൾ നന്നായിട്ട് ആടിയിട്ടാണ് ഈ ഒരു അമ്പലത്തിന് ചുറ്റും ചുറ്റുക. അതിന് ശേഷമാണ് അവർ അവസാനത്തെ സ്ഥലത്തേക്ക് പോവുക. പൊതുജനങ്ങൾക്ക് ഈ ഒരു മതിൽക്കെട്ടിനകത്ത് വരെ മാത്രമേ പ്രവേശനമുള്ളൂ. അമ്പലത്തിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അത് ഇവിടെയുള്ള ഒരു ആചാരമാണ് അല്ലെങ്കിൽ വ്യവസ്ഥിതിയാണ്. ഓക്കെ, ഈ കളിയാട്ടം നടക്കുന്ന അന്ന് അല്ലെങ്കിൽ ഈ കളിയാട്ടം നടക്കുന്നത് വെള്ളിയാഴ്ചയാണ്. ഇവിടുത്തെ ദേവി ഇവിടുത്തെ ആചാരം അനുസരിച്ച് അല്ലെങ്കിൽ വ്യവസ്ഥ അനുസരിച്ച് വ്യാഴാഴ്ച രാത്രി ഇതിനടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് മാറും. എന്നിട്ട് ഇവിടെയുള്ള കളിയാട്ടം കഴിഞ്ഞ് അന്ന് രാത്രിയാണ് തിരിച്ചു വരിക. അതാണ് ഇവിടുത്തെ ആചാരം. ഇതാണ് പൈങ്ങാംകുളങ്ങര. ഇവിടെ ഒരു കുളവും ക്ഷേത്രത്തിലേതുപോലത്തെ ഒരു പാലവൃക്ഷവുമാണുള്ളത്. ദേവി ഇവിടേക്ക് ആദ്യമായി വന്നപ്പോൾ വിശ്രമിച്ച സ്ഥലമാണെന്നാണ് ഈ ഒരു പ്രദേശം കരുതപ്പെടുന്നത്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന കുതിരക്കാർ ഇവിടെ പ്രദക്ഷിണം വച്ച ശേഷമേ പ്രധാന ക്ഷേത്രത്തിലേക്ക് പോകാറുള്ളൂ. ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 500 മീറ്റർ കിഴക്ക് മാറിയാണ് ഈ ഒരു പൈങ്ങാംകുളങ്ങര. പൈങ്ങാംകുളങ്ങര പ്രദക്ഷിണം വെച്ച ശേഷം അമ്പലത്തിലേക്ക് പോകുന്ന കുതിരകളുടെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ട് ഈ ആചാരങ്ങൾക്കെല്ലാം എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. തോറ്റംപാട്ടുകൾ പലരും പല കഥകളാണ് പാടുന്നത്. വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല. അത് പിന്നീട് ഒരിക്കൽ നമുക്ക് ഡീറ്റെയിലായി പഠിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. ഈ ഉത്സവത്തിന് കൂടുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ ചിലപ്പോൾ അത് തൃശ്ശൂർ പൂരത്തിന് മേലെ ആയിരിക്കാമെന്നാണ് കരുതുന്നത്. കാരണം
കോട്ടയ്ക്കൽ മുതൽ കോഹിനൂർ വരെ, യൂണിവേഴ്സിറ്റി കോഹിനൂർ വരെ വാഹനങ്ങൾ ബ്ലോക്കായിരിക്കും. അവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉള്ളിലുള്ള കളിയാട്ടക്കാവ് വരെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കും. യഥാർത്ഥ കണക്കുകൾ ആരും എടുക്കാത്തതുകൊണ്ട് ആളുകളുടെ എണ്ണം ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ചിലപ്പോൾ തൃശ്ശൂർ പൂരത്തിന് മേലെ ആളുകൾ പങ്കെടുക്കുന്ന ഉത്സവമായിരിക്കും എന്ന് കരുതുന്നത്. ഈ കാണുന്ന കൊടിമരം പ്രദക്ഷിണം വെച്ച ശേഷമാണ് പ്രധാന അമ്പലത്തിലേക്ക് കുതിരയും കൊണ്ട് ആൾക്കാർ പ്രദക്ഷിണം വയ്ക്കാൻ പോകുന്നത്. ഈ കളിയാട്ടക്കാവിലെ അമ്പലങ്ങൾക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ ദർശനമെല്ലാം പടിഞ്ഞാറോട്ടാണ്. ഇപ്പം നിങ്ങൾ എല്ലാ അമ്പലത്തിലും കണ്ടു കാണും. മെയിൻ പ്രതിഷ്ഠയുണ്ടാവും, അതിൻ്റെ ദർശനം കിഴക്കോട്ടായിരിക്കും. അതിൻ്റെ കന്നിമൂല എന്ന് പറഞ്ഞ സ്ഥാനത്തായിരിക്കും ഗണപതി ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് ദേവി പടിഞ്ഞാറോട്ടാണ് ദർശിച്ചിരിക്കുന്നത്. ദേവിയുടെ പിന്നിലായിട്ടാണ് ഗണപതിയും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശിച്ചിരിക്കുന്നത്. ഒരു ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദേവി ഒരിക്കലും പ്രതിഷ്ഠയിലിരിക്കുമ്പോൾ ഗണപതിയെ കാണുന്നില്ല. അതിനാൽ ഈ കളിയാട്ടം നടക്കുന്ന ദിവസം ദേവിക്ക് ഇവിടെ വന്ന് ഗണപതി അല്ലെങ്കിൽ മകനെ കാണുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടെന്നാണ് ഐതിഹ്യം. ഹലോ, ഞാനിപ്പോൾ ഇരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ്. എൻ്റെ കൂടെയുള്ളത് ഇവിടുത്തെ കാരണവരുണ്ട്, കൃഷ്ണൻകുട്ടി നായർ. രണ്ടാമതിരിക്കുന്ന അദ്ദേഹമാണ് കൃഷ്ണേട്ടൻ. രണ്ടാമത്തെ പദവി അല്ലെങ്കിൽ കാരണവരായെന്ന് പറയുന്ന ആളാണത്. ഇത് രാവുണ്ണി കുട്ടി നായരാണ്, പുതിയ വീട്ടിൽ തറവാട്ടിലെ അവകാശിയാണ്. ഇത് മനോജ് വെള്ളിവള്ളി തറവാട്ടിലെയാണ്. ഓക്കെ, അപ്പം കാരണവരെ, അപ്പോൾ എനിക്ക് 2-3 ക്വസ്റ്റ്യൻസാണ് ചോദിക്കാനുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്മളുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണെന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം വെളിവള്ളി തറവാട്ടുകാരുടെയും പുതിയ വീട്ടിൽ തറവാട്ടുകാരുടെയും കുടുംബക്ഷേത്രം, പ്രൈവറ്റായിട്ടുള്ള കുടുംബക്ഷേത്രം. ഏകദേശം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ക്ഷേത്രം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ മണ്ഡലകാലങ്ങൾ ആകെ 57 ദിവസത്തെ പൂജാതി കർമ്മങ്ങളേ ഉള്ളൂ. അതിൽ 40 ദിവസം മണ്ഡലും 17 ദിവസം കളിയാട്ടവും. കളിയാട്ടം ഞങ്ങളുടെ മൂലസ്ഥലമായിരിക്കുന്ന ഇടവത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ചാത്തങ്കളാരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം അവിടെ കാപ്പൊലിക്കുക എന്നുള്ള ചടങ്ങുണ്ട്. അവിടുന്ന് കാപ്പൊലിച്ച് വന്നതിന് ശേഷം തിങ്കളാഴ്ച മുതൽ 12ാമത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. എല്ലാ ദിവസവും രാത്രി കളിയാട്ടമെങ്കിൽ അന്ന് 12ാം ദിവസം രാവിലെ മുതൽക്ക് തുടങ്ങും. കാരണം രാവിലെ ഇവിടെ പൂജയില്ല, അന്ന് രാവിലെ നട തുറക്കും. അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. പിന്നെ കുതിരകളെ സംബന്ധിച്ചിടത്തോളം ഓരോ അതിൽ അവകാശികളുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് സാംബവ മൂപ്പനാണ്. സാംബവ മൂപ്പൻ വന്ന് അവരെ കുതിര വന്നതിന് ശേഷമേ മറ്റ് കുതിര സംഘങ്ങൾക്ക് ഇവിടെ പ്രവേശിക്കാൻ പാടുള്ളൂ. ഐതിഹ്യം ആചാരവും അത് തന്നെ. അത് ഇന്ന് വരെ തുടർന്ന് പോകുന്നുണ്ട്. എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഇവിടെ ഓരോ ചടങ്ങുകൾ ചെയ്യാണ്ട് അതിൽ അവരെല്ലാവരും സഹകരിച്ച് ചെയ്യും. കുതിര എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിൽ ഹരിജൻസ് മാത്രമാണ് കെട്ടിയത്. ഇന്ന് ജനകീയമായിട്ട് എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും സഹകരിച്ചുകൊണ്ട് അത് കെട്ടുവരുന്നത്. അത് വലിയ വലിയ കുതിരകളാണ്. ഇവിടെ ദേവിക്ക് ഏറ്റവും താല്പര്യം പഴയ ഒരു ചെറിയ കുതിര, കളിക്കുതിര എന്ന് പറയുന്നത്. ചണ്ടി കുതിരയാണ് ദേവിക്ക് ഏറ്റവും പ്രധാനമുള്ളത്. അതാണ് പ്രശ്നത്തിൽ കണ്ട്. പക്ഷേ ഇന്ന് മറ്റ് വാദ്യങ്ങൾക്ക് ഉപയോഗിച്ച് 40, 45, 30 അടിയുള്ള കുതിരകൾ കൊണ്ടുവന്നാൽ വളരെയധികം പ്രയാസങ്ങളുണ്ട്. പക്ഷേ കുതിരകൾ വരുന്ന ഈ കുതിരകളൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അന്ന് 2 കണക്ക് കളിയായിട്ട് വേറെ കഴിയണം. ഇത് കഴിഞ്ഞ പകലത്ത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇവരെ സമയം വൈകുന്നതുകൊണ്ട് നമുക്ക് ആ കളിയാട്ടം, ആ പരിപാടി എന്തായാലും കർമ്മം ചെയ്യണം. അതിൽ ചില വീഴ്ചകൾ വരുന്നുണ്ട്. അത് അവർ നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞ 2-3 പ്രാവശ്യം യോഗം പിടിച്ച് അതിലൊക്കെ അവരോട് സംസാരിച്ചത് ചെയ്യാതെ പറയും. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ കാരണം. സാർ, പിന്നെ നമ്മളുടെ ഈ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നുണ്ട് ഈ കുതിരകൾ കളിയാട്ടക്കാവിലേക്ക് പോകുന്നു, അവിടെ ആടുന്നു, അങ്ങനെയൊക്കെ. ഈ കുതിരകളുടെ പ്രാധാന്യം എന്താണ് ഇവിടെ? കുതിരകളുടെ പ്രാധാന്യം ആചാരപ്രകാരമുള്ള ഇവിടെ ദിവസം കുതിരയുണ്ട്. അത് ചെയ്യുന്നത് തിരുവമലയെന്ന് പറയാം, പാളവർഗത്തിൽപ്പെട്ടവരാണ്. അവർ
എഴുന്നള്ളത്ത് കിഴക്കുന്ന് വരുമ്പോൾ നമ്മൾ എഴുന്നള്ളത്ത് വരുമ്പോൾ കുതിരയെ കെട്ടി നടക്കുന്നു നിൽക്കും. എല്ലാ ദിവസവും കുതിരയിട്ട് ഒരു ദിവസം ഇല്ലാത്തതില്ല. ആ ചടങ്ങ് അവരാണ് ചെയ്യുന്നത്. എപ്പോഴാണ് ഇത് നടക്കുക? അത് രാത്രിയാണല്ലോ. ഞങ്ങൾ എഴുന്നള്ളത്ത് രാത്രി വരുമ്പോൾ ആ കുതിര അവിടെ ഉണ്ടാവും. പഴയ പൂർവീയ ആചാരപ്രകാരം അത് ഇന്നും നിലനിന്ന് പോരുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർവീയ ആചാരമാണ്. യാതൊരു മാറ്റങ്ങളും വരുത്തുന്നത് ദേവിക്ക് താല്പര്യമില്ല, മാറ്റവുമില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ ഏകദേശം എത്ര പേര് പങ്കെടുക്കുന്നുണ്ടാവും ഈ ഒരു കോഴിക്കളി? എത്ര പേര് പങ്കെടുക്കുന്നുണ്ടാവും? അത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. 5-6 കിലോമീറ്ററോളം ചുറ്റളവിൽ ആളുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് എത്ര പേര് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു തൃശ്ശൂർ പൂരം ഒത്തിനുള്ള ഡബിൾ ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ അത് തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കോമ്പൗണ്ടിൽ മാത്രമാണ്. ഇതങ്ങനെയല്ല. അത് 5-6 കിലോമീറ്റർ ചുറ്റളവിൽ വാഹനങ്ങളും എല്ലാം ബ്ലോക്കായി ആളുകളും നിറഞ്ഞ് 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളോളം ഇവിടെ വരുന്നുണ്ട്. പക്ഷെ അത് കറക്റ്റായിട്ട് നമുക്ക് എത്രയെന്നുള്ള ആർക്കും ഒരു കണക്ക് പറയാൻ പറ്റില്ല. ഇവിടെ വരുന്ന കുതിര സംഘങ്ങളെ കണക്ക് പോലും നമുക്ക് വർഷം തോറും കൂടുക എന്നല്ലാണ്ട് ഇത്ര വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. ഒരുപക്ഷെ നമ്മൾ ചിലപ്പം തൃശ്ശൂർ പൂരത്തിനേക്കാളും വലിയ പൂരമായിരിക്കും അതല്ലേ? കാരണം ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ടാവില്ല തലപ്പാറ വരെ. ഒരു പക്ഷേ എന്നല്ല, ആണ്. അതാണ് അതിൻ്റെ സത്യം. എന്താണെന്ന് വെച്ചാൽ ഇത് ജനങ്ങൾ നമ്മൾ കൂടി നിൽക്കുന്നത് 5-6 കിലോമീറ്റർ ചുറ്റളവിലാണ്. എല്ലാവരും ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റാതെ തിരിച്ചു പോകും. അത്രയും ശരിക്കും നമുക്ക് ഈ റോഡ് ബ്ലോക്ക് ചെയ്യുന്നതിന് ഹെഡ്രിക്കോട് ബ്ലോക്ക് ചെയ്യും. കോട്ടക്കൽ കഴിഞ്ഞാൽ ഹെഡ്രിക്കോട് ഹൈവേ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്രാവശ്യം 12 to 12 വരെ ഓർഡർ ഉണ്ടായിരുന്നു പറഞ്ഞത്. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വരുത്തണം. ഈ 12 എന്നുള്ള രാവിലെ 8 മണിക്ക് ബ്ലോക്ക് ചെയ്യേണ്ടതാണ്. ഈ ക്ഷേത്രത്തിലെ കുതിരകൾ സംഘങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ 12 മണിയാകുമ്പോഴേക്കും കുതിര സംഘങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഹൈവേ അവിടെ ബ്ലോക്ക് ചെയ്ത് ഇപ്രാവശ്യമൊക്കെ ഭയങ്കര ബ്ലോക്ക് കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹെഡ്രിക്കോട് ബ്ലോക്ക് ചെയ്താൽ പിന്നെ അടുത്ത ബ്ലോക്ക് വരുന്നത് കോയിനൂരാണ്. ഇതിന്റെ രണ്ടിന്റെയും ഗ്യാപ്പിൽ എത്രയോ കിലോമീറ്ററുകൾ ദൂരമുണ്ട് കോട്ടക്കലും കോയിനൂരും തമ്മിൽ. ഇത്രയും ദൂരത്തുള്ള ഹൈവേയിലുള്ള വണ്ടികളൊക്കെ അന്ന് ബ്ലോക്ക് ചെയ്ത് റൂട്ട് തിരിച്ചു വിടുക ചെയ്യുക. അത്രയും ദൂരത്തു നിന്നുള്ള ആളുകളൊക്കെയാണ് വരുന്നത്. മഞ്ചേരി, നിലമ്പൂർ, ഇടവണ്ണ ഇത്രയും ദൂരത്തു നിന്ന് കുതിരകളൊക്കെ കെട്ടി തലേ ദിവസം തന്നെ ഹൈവേയിലെ റൂട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്ന ആളുകളുണ്ട്. അത്രയും ദൂരം ഒരു ദിവസം കൂടെ നടന്നെത്താത്തതുകൊണ്ട് വണ്ടികൾ വരാത്തതുകൊണ്ടും തലേ ദിവസം ലോറികളിൽ കയറ്റി ഈ തലപ്പാറ, വല്യപറമ്പ്, കുളപ്പുറം എന്നീ അടുത്ത ദേശങ്ങളിലൊക്കെ റോഡ് സൈഡിൽ ഇറങ്ങി തമ്പടിച്ച് കൂടിയിട്ട് പിറ്റേ ദിവസം വരുന്ന ആളുകളുണ്ട്. വെള്ളിയാഴ്ച, പിറ്റേ ദിവസം മീൻസ് വെള്ളിയാഴ്ച ഉത്സവത്തിൻ്റെ അന്ന് തലേ ദിവസം ഇവിടെ പരിസരത്തെത്തും. എത്ര ദൂരത്തുനിന്നായാലും ആര് വന്നാലും ക്ഷേത്രത്തിൽ ആദ്യം കാവ് തീണ്ടുക എന്നൊരു പരിപാടിയില്ല. അത് കാവ് അശുദ്ധിയാക്കുക എന്നുള്ളതാണ്. കാവ് തീണ്ടുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം അത് ഈ സാമ്പവമൂപ്പൻ എന്ന് പറഞ്ഞൊരു കുടുംബമുണ്ട്. അവരിപ്പോൾ താമസിക്കുന്നത് വലിയ പറമ്പാണ്. വലിയ പറമ്പ് തലപ്പാറേൻ്റെയും കുഴപ്പമില്ല വലിയ പറമ്പ് നടത്തൽ. അവരെ ചെറിയ കുതിരയും കൊണ്ട് അവർ ആ പഴയ ആചാരപ്രകാരം ആ ചെണ്ടയും അതേപോലെ തന്നെ ചെറിയ കുതിരയും ഇതെല്ലാം എടുത്തുകൊണ്ടാണ് അവർ വരുന്നത്. അവരൊരു കൊമ്പുമുറം, ഒരു ചെറിയൊരു മുറ ഉണ്ട്, കൊമ്പുമുറം, അതും കൊണ്ടാണ് അവർ വരിക. ആ മുറത്തിൽ ഈ മറ്റേ നമ്മുടെ കാവുട നായർ ഒരു 5 താവഴിക്ക് നായന്മാരാണ് അകത്തിറങ്ങുന്ന ആളുകൾ. അദ്ദേഹത്തിനെ കൈപിടിച്ചിരുത്തണം. അപ്പോൾ ഉള്ളിൽ ഇറങ്ങുന്നവരാരും സ്പർശിക്കാനോ ഉള്ളിൽ മറ്റുള്ള ആളുകൾക്ക് ഇറങ്ങാനോ, ഈ ക്ഷേത്രക്കാരനവർക്ക് വരെ ഒരു ദിവസത്തിനുള്ളിൽ ഇറങ്ങാൻ അനുമതിയുള്ളൂ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക്. ബാക്കിയെല്ലാം ഈ 5 താർവാട്ടിലുള്ള ആളുകളും പിന്നെ മേൽശാന്തി, നമ്പീശൻ ഇങ്ങനെയുള്ള ആളുകളും അതിൻ്റെ ഉള്ളിലുണ്ടാവുള്ളൂ, ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ. ഈ ഒരു ദിവസം മാത്രം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കാവുട നായർ പുറത്തു വരും. എന്നിട്ട് ഈ സാമ്പവമൂപ്പൻ കൈ പിടിച്ചിട്ട് ഇരുത്തണം. അതാണ് ഈ അശുദ്ധിയാവുക. എന്നിട്ട് അതിൻ്റെ 2 കുരുത്തോല ഇയാൾ ചീന്തിക്കളയണം. ചീന്തിക്കളഞ്ഞാൽ അത് പൊളിക്കാനുള്ള സമ്മതം കൊടുക്കണം. അത് പൊളിക്കാനുള്ള സമ്മതം കൊടുക്കുന്നതോട് കൂടിയേ പിന്നെ ബാക്കിയുള്ള കുതിര സംഘങ്ങൾ വരുള്ളൂ. ഈ ഗേറ്റിന്റെ പുറത്ത് നിർത്താന്നല്ലാണ്ട് അകത്ത് കയറൂല. സാമ്പവമൂപ്പന്റെ കുതിര കയറാതെ. അപ്പൊ ഏറ്റവും അവസാനം വരുന്ന കുതിരകൾ അവസാനത്തിൽ നിന്ന് അത് ലൈനിനനുസരിച്ച് വരുന്നതിനനുസരിച്ച് ഫസ്റ്റ് ഇവരെ കയറാൻ പാടുള്ളൂ. ഇവരെ കുതിര കയറിയിട്ടില്ലെങ്കിൽ ആർക്കും കയറാനുള്ള അനുമതിയില്ല. അപ്പം ഏകദേശം 8 മണി മുതൽ എത്ര മണി വരെ നീണ്ടുപോകുന്നത്? അത് സാധാരണ നമ്മൾ കൊറോണയ്ക്ക് മുന്നേ ഒരു 6 മണി 7 മണിയാകുമ്പോഴേക്കും നമുക്ക് ഇത് അവസാനിച്ചിരുന്നു. ഈ കൊറോണ സമയത്ത് 2 വർഷം നമ്മളെല്ലാം കേരളം മൊത്തത്തിലെ ഒരു സ്തംഭിച്ചു പോയൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇത്രയും നേർച്ചകളും കുതിരകളും ബാലൻസ് ആയി. സാധാരണ സ്ഥിരമായി കിട്ടുന്ന ആളുകളുണ്ട്, പിന്നെ അവരൊരു വഴിപാടായിട്ട് കൊണ്ടുവരുന്ന ആളുകളുണ്ട്. സ്ഥിരമായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് കിട്ടുന്ന ആളുകളുണ്ട് എല്ലാ വർഷവും. അത് കൂടാതെ ഓരോരുത്തർക്ക് വഴിപാടായി കിട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ 2 വർഷം കൊണ്ടുവരാൻ പറ്റാതെ എല്ലാം കൂടെ ജാമായി. ആ ഒരു സ്തംഭിച്ച അവസ്ഥയിൽ കൊറോണ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് അന്നും ക്ഷേത്രം തുറന്നിട്ടുണ്ട്. അന്ന് പ്രത്യേക അനുമതിയോട് കൂടി 5 പേര് മാത്രം ഉള്ളിൽ നിന്നിട്ട് പുറത്ത് ഗേറ്റുകളൊക്കെ അടച്ച് പൊതുജനങ്ങൾക്ക് ആർക്കും പ്രവേശനമില്ലാത്ത രീതിയിൽ ഈ 5 ആളുകളും ഈ കൊറോണൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഉള്ളിൽ ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾക്ക് അന്നും ഒരു മുടക്കം വന്നിട്ടില്ല. മറ്റു വലിയ ആഘോഷങ്ങളില്ലാന്നേ ഉള്ളൂ. അപ്പോൾ ഈ 2 വർഷത്തെ ഈ പെൻഡിങ് ആയ കുതിരകൾ കൂടി ഈ 2 വർഷം കഴിഞ്ഞതിന് ശേഷം വന്ന അന്ന് മുതൽ ഇപ്പോൾ രാത്രി 12 മണിയോളം ആവുന്നുണ്ട്. ഈ പ്രാവശ്യം 12, 20, 12 ആരൊക്കെയാണ് ഇത് തീരണത്. പക്ഷെ ഇത് പൊതുജനങ്ങൾക്ക് അറിവിലേക്കായിട്ട് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്.
ഇത് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന കുതിര സംഘങ്ങൾ എപ്പോഴും അവസാനിക്കും എന്നുള്ളത് വരവ് തീർന്നാലേ പറയാൻ പറ്റുള്ളൂ. അത് അവസാനിച്ചതിന് ശേഷം പിന്നെയും കളയട്ടം നടക്കാണ്ട് ഇവിടെ. അപ്പോൾ ക്ഷേത്രത്തിൽ വരുന്ന ജനങ്ങളെ കണക്കൂട്ടിൽ ഈ കുതിര അവസാനിച്ച അവിടുത്തെ പരിപാടി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഉള്ളിലുള്ള ആളുകളൊക്കെ രണ്ടാമത് കുളിച്ച് ശുദ്ധിയാക്കി പിന്നെ ഉള്ളിലിറങ്ങി പിന്നെ തടുത്ത കളയട്ടം തുടങ്ങി. ഇപ്രാവശ്യം അവസാനിച്ച് രാവിലെ 8:30 മണിക്കാണ് ശനിയാഴ്ച. ഓരോരുത്തരും നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. രാവിലെ 8 മണിക്ക് ഞങ്ങളിവിടെ 9 മണിക്ക് തലപ്പാറ എത്തിയിട്ടുണ്ട്, 10 മണിക്ക് തലപ്പാറ എത്തിയിട്ടുണ്ട്. തലപ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റണില്ല. ഞങ്ങൾക്ക് എന്താ ചെയ്യുക? കുറേ നമ്മളെ നിയമപാലകർ നല്ലോണം നമ്മളെ സഹകരിക്കുന്നുണ്ട്. സംഭവം അത് കൂടാതെ പോലീസുകാരെ കഷ്ടപ്പെടുന്ന കണ്ടു ഇഷ്ടം പോലെ സഹകരിക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അത് ഇപ്രാവശ്യം നമുക്ക് തുറന്നു പറയേണ്ട ഒരു കാര്യം ആരോഗ്യവകുപ്പിന്റെയാണ്. ആരോഗ്യവകുപ്പിന് ബഹുമാനപ്പെട്ട മന്ത്രി കേൾക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ ഇത്രയും വലിയൊരു ജനകീയ ഉത്സവമായിട്ട് ഇപ്പോൾ ഞങ്ങളതിന് റിപ്പോർട്ട് ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർമാരൊക്കെ ഉണ്ടായിരുന്നു, റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവർക്ക് 8 മണി വരെ ഓർഡർ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ എല്ലാ സാമഗ്രികളും ഡോക്ടേഴ്സും നഴ്സും വന്ന ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലിൽ വന്ന ഗവൺമെന്റിന്റെ ആംബുലൻസ് വരെ ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് പോയി. അതിനുശേഷം എത്ര ആളുകൾ കൂടെ പരിക്ക് പറ്റി വീണിട്ടുണ്ട്. 2 ആംബുലൻസ് വേറെ ഉണ്ടായിരുന്നു, നമ്മൾ പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ നല്ല സഹകരണം. അവരൊക്കെ ഓരോരോ കേസ് കൊണ്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ ആംബുലൻസിലോ പോലീസ് വാഹനത്തിലോ അല്ലാണ്ട് ഒരു പരിക്ക് പറ്റിയ ഒരാളെ ഇവിടുന്ന് പുറത്ത് കടക്കാൻ കഴിയില്ല. പ്രൈവറ്റ് വണ്ടിയിൽ നമ്മൾ എത്ര ഓൺ അടിച്ചിട്ടും കാര്യമില്ല. ജനങ്ങൾ അങ്ങനെയാണ്, അന്നത്തെ ബ്ലോക്ക് അങ്ങനെയാണ്. ആംബുലൻസ് പറഞ്ഞാൽ മാനസികമായിട്ട് ആരും വഴിമാറി കൊടുക്കും. പിന്നെ ഈ ഉത്സവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മദ്യപിച്ചിട്ടും ആർത്തുല്ലസിച്ചിട്ടാണ് ഇത് വരിക. ഇതിന്റെ കൂടെ അതുണ്ടാവും, ഇത് പൂജകളും കർമ്മങ്ങളും കഴിഞ്ഞ് അതിന്റെ ബാക്കി കഴിച്ചിട്ടേ വരിക. അപ്പൊ അന്നത്തെ നോർമൽ മൈൻഡ് അല്ലായിരിക്കും ഭൂരിഭാഗം ആളുകൾക്ക്. ചടങ്ങിന്റെ ഭാഗമാണ്, അതിന്റെ ആചാരം അങ്ങനെയാണ്. പക്ഷെ അന്നത്തെ ദിവസം ഏറ്റവും വലിയ ഈ പ്രാവശ്യം കളയട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ മിനിഞ്ഞാന്ന് ഈ വെള്ളിയാഴ്ച കളയട്ടം കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ച നടന്നിട്ടുള്ളത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്താണ്. അത് ബഹുമാനപ്പെട്ട മന്ത്രി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കണം ഇവിടെ. നമ്മളെ കളക്ടർക്ക് കൊടുക്കുന്നുണ്ട്, ആരോഗ്യവകുപ്പിൽ കൊടുക്കുന്നുണ്ട്, മറ്റേ അത് ഡിഫൻസിൽ കൊടുക്കുന്നുണ്ട്, പോലീസിൽ എല്ലാവർക്കും നമ്മൾ ലെറ്റർ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. ഒരു മാനുഷിക പരിഗണനകളും കാണിക്കേണ്ടിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് 8 മണി വരെ ഞങ്ങൾക്ക് ഓർഡർ ഉള്ളൂ. പക്ഷെ അവർ 8 മണി വരെ ഓർഡർ ഉള്ളൂ എങ്കിൽ ഇവിടെ വരുന്ന അവസ്ഥ അവർ കണ്ടിട്ടുണ്ട്. എത്രയോ ആളുകൾ ബോധം കുഴഞ്ഞു വീഴുന്നു, ബോധം കെട്ട് വീഴുന്നു. അവരെന്നെ എത്ര ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുള്ള സമയത്ത് ഡ്യൂട്ടി നല്ലോണം നിർവഹിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയണത്. 8 മണിയായപ്പോൾ അവർ പറയണം ഞങ്ങളെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു, ഞങ്ങൾ പോകാൻ. അത് എന്നെപ്പോൾ എല്ലായിടത്തും കണ്ടെത്തില്ല. നമ്മളിവിടെ വന്ന ഒരു പേഷ്യൻറ്റിനും കൊണ്ട് വന്നപ്പോൾ ആരോഗ്യവകുപ്പിൽ നിന്ന് ബോർഡൊക്കെ വെച്ച് ഞങ്ങൾ അവർക്ക് വേണ്ട ടേബിളും എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പേഷ്യൻറ്റ് വീണ സമയത്ത് ബോധം പോയി വീണ സമയത്ത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ആളുകൾ ഈ ജനങ്ങളോട് ക്ഷേത്ര കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എന്ത് സമാധാനം പറയും? ഞങ്ങൾക്ക് ചെയ്യാവുന്നതിനും പരിധികളുണ്ട്. ഞങ്ങളുടെ അടുത്തൊക്കെ പ്രൈവറ്റ് കാറുകളോ വാഹനങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല, ഇതിലൊന്നും കൊണ്ടുപോകാൻ ഇവിടുന്ന് പറ്റണില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട തിരുരങ്ങാടി സാറെ ഞാൻ വിളിച്ചു, CSR ഇവിടെ ഉണ്ടായിരുന്നു. സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആംബുലൻസ് ഇവിടെ ഇല്ല, ആരോഗ്യവകുപ്പിന്റെ ആളുകളില്ല, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പോലീസ് വണ്ടികൾ അതുമില്ല. ഈ സമയത്ത് ഒരു 10 മണി 11 മണിയാകുമ്പോൾ പോലീസ് വാഹനങ്ങളും പോയി. ഒരു 11 മണിന്റെ ഉള്ളിലാണ് ഒരാൾ വീണത്. വീണ്ടും 1 മണിക്കൂറാണ് ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ ബോധമില്ലാണ്ട് കിടക്കുകയാണ്. ഇത് തലയിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയ ടൈപ്പല്ല. ആ പോലത്തെ അവശ നിലയിലാണ്, കണ്ണൊന്നും തുറക്കണില്ല. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ ചോദിച്ച സമയത്ത് അവർ ഒരു ആംബുലൻസ് വിളിക്കാണ്ട് വഴിയില്ല. എന്നിട്ട് 108 ആംബുലൻസിൽ വിളിച്ചിട്ട് അവർ വന്നിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകണത്. അത് ഏറ്റവും വലിയൊരു അനാസ്ഥയാണ്. ഇനി നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഈ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാം. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ചാൽ നമുക്ക് മനുഷ്യന്മാരുടെ ജീവന് വില കൽപ്പിച്ചേ പറ്റൂ. അടുത്ത വർഷം നമുക്ക് റെക്ടിഫൈ എന്ന് വിചാരിക്കുന്നു. കാര്യം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് വളരെ മാറിപ്പോയത്. നമുക്ക് വൈകാരികമായിട്ടുള്ള നമ്മളിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനല്ല ഉദ്ദേശിച്ചതല്ല. ഈ ഒരു ഗുരുതരമായിട്ടൊരു വീഴ്ച സംഭവിക്കുമ്പോൾ നമ്മളെ ചൂണ്ടിക്കാട്ടാതിരിക്കാൻ കഴിയും. ശരിക്കും ഇതിന്റെ ഒരു സ്കെയില് ഗവൺമെന്റിന് മനസ്സിലാക്കി കൊടുക്കണം. എത്ര വലുപ്പമുണ്ട്, എങ്ങനെയാണ് നടക്കുന്നത്, എവിടെ നടക്കുന്നത്, എത്ര ഏരിയ ഇത് കവർ ചെയ്യുന്നുണ്ട്, ഇവിടേക്കാണ് ജനങ്ങളുടെ സ്വഭാവവിശേഷതകൾ, ഇവിടുത്തെ ഡെൻസിറ്റി ആൾക്കാരുടെ, പിന്നെ വഴികൾ, ഇടുങ്ങിയ വഴികളാണ് മിക്കവാറും എല്ലാം. അപ്പോൾ പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറക്കാൻ കഴിയില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്കും ചെയ്യുന്നതിലും പരിധികളുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സംഘം വരുന്ന സമയത്ത് വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്നാണ് ഈ നാട്ടുകാർ തന്നെയാണ്. അപ്പൊ ഇവർ ഈ വരുന്ന സംഘത്തിൽ ആരെങ്കിലും ആയിട്ടൊരു പരിചയം ഉണ്ടാവും. അപ്പൊ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് പോലൊന്നും പോലീസ് കഴിയില്ല. കാരണം കഴിവില്ലായ്മല്ല പറയണത്, ബന്ധങ്ങൾക്ക് ബലമുണ്ടാവും. നമ്മളും പരമാവധി പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വല്ലാണ്ട് ഇടപെടാതെ തന്നെ നമ്മൾ അത്യാവശ്യമാണെങ്കിൽ നമ്മൾ പറയുന്നത് ഫോഴ്സ് ഉപയോഗിക്കേണ്ട സമയത്ത് നമ്മളൊക്കെ അവരെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. പരമാവധി നമ്മൾ തന്നെ എല്ലാം കൺട്രോൾ ചെയ്ത് എല്ലാവരും കൂടി സഹകരിച്ചിട്ട് തന്നെ പോണത്. പരമാവധി സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആരോഗ്യവകുപ്പിന്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് ഇപ്രാവശ്യം ഒരു മാനസികമായിട്ടൊരു ടെൻഷൻ ഉണ്ടായിട്ടുള്ളൂ. ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? കേസ് ഉണ്ടായിട്ടുണ്ട്. ബ്രാഞ്ച് ഓഫീസർ സാറ് വാരിജാക്ഷൻ സാർ എന്നാണ് സാറിന്റെ പേര്. അദ്ദേഹം അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. സാറോടെയും പ്രത്യേകം പറയുകയും ചെയ്തു, ഇത് എത്തിക്കേണ്ടത് സാർ എത്തിക്കണം, ഇല്ലെങ്കിൽ ഇതിലും വലിയൊരു ഇഷ്യൂ ഇവിടെ ഉണ്ടാവും. എത്ര ജനങ്ങൾ ഇവിടെ വന്ന് ചോദിച്ചു,
ഇവിടെ ആരും ഇല്ലേ നോക്കാൻ? ഇത്രയും വലിയൊരു ക്ഷേത്ര ഉത്സവം നടത്തുന്ന ഇവരൊക്കെ ചോദിക്കുന്നത് ഇവിടെ വന്നുള്ള കമ്മിറ്റി ആയിട്ടുള്ള ആൾ, കാരണവരായിട്ടുള്ള ആളുകളുടെ അടുത്താണ്. ശരിയാണ് ശരിയാണ്. ഈ കാരണവർ എന്ന് പറഞ്ഞ വ്യക്തി ആ സ്ഥാനത്തിരുന്നിട്ട് എന്ത് സമാധാനം പറയുന്നതിന്? ഈ ഉത്സവത്തിന്റെ ദിവസങ്ങളിൽ മാത്രമല്ല, ക്ഷേത്ര നട തുറന്ന് വൃശ്ചിക മാസമായാലും കളിയാട്ടോത്സവത്തിന് 17 ദിവസം, ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം 57 ദിവസം, വർഷത്തിൽ ആകെ 57 ദിവസമേ ഇവിടെ തുറക്കുന്ന ദിവസങ്ങളുള്ളൂ. ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ ഹിന്ദു മതം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതം അല്ലെങ്കിൽ മറ്റുള്ള മതവിശ്വാസികൾ, മുസ്ലിം മതം, അങ്ങനത്തെ യാതൊരു കണക്ക് ഈ ക്ഷേത്രം സംബന്ധിച്ചിട്ടില്ല. ആർക്കും വരാം. പക്ഷെ ഏത് വിഭാഗത്തിലാണെങ്കിലും, ഹിന്ദുസിൽപ്പെട്ടതായാലും ശരി, ഏത് വിശ്വാസികളാണെങ്കിലും ശരി, ആർക്കും ഈ അമ്പലത്തിൽ ദൈവം അമ്മേനെ വിശ്വാസമുള്ളവർക്കൊക്കെ ഇവിടെ വരാം. അതിനൊന്നും യാതൊരു നിരോധനങ്ങളും ഈ അമ്പലത്തിന്റെ ചുറ്റുമതിലുള്ളിലേക്ക് പ്രവേശിക്കാൻ 5 തറവാട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ. ഈ 5 താവഴി കുരുന്നായ്മാരെന്ന് പറയും. ആ തറവാട്ടുകാർ മാത്രം ചെയ്യേണ്ട കർമ്മങ്ങളാണ് അവർക്ക് മാത്രമേ ഉള്ളൂ. ഉത്സവം, മെയിനായിട്ടുള്ള ഉത്സവം കോഴിക്കളയാട്ടായാലും ശരി, മറ്റുള്ള നോർമൽ ഡേയ്സ് ആയാലും ശരി, ക്ഷേത്രം തുറന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ആർക്കും ഇവിടെ വരാം, സങ്കടങ്ങൾ പറയാം, പ്രാർത്ഥിക്കാം, പോകാം. അതിന് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല. എല്ലാ ദിവസവും ഇവിടെ വരാറുമുണ്ട്. ഈ കോഴിക്കളിയാട്ടെന്ന് പേര് വരാൻ കാരണം എന്താ? ശരിക്കും കളിയാട്ടത്തിന്റെ ഉത്ഭവം എവിടുന്ന? അതായത് കോഴിക്കളിയാട്ടം പഴയ ആചാരപ്രകാരം ഇവിടെയുള്ള ഹിന്ദു, അന്നേ അധികം ഹിന്ദുസാണ്, അവർക്ക് കോഴി വെട്ടിക്കഴിക്കാൻ അത് കൊണ്ടുപോയിട്ട് പൂജ നടത്തും. വീട് അവർ തറവാട്ട് കാരണന്മാർക്ക് പൂജ നടത്തും. ആ ആചാരപ്രകാരം എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നു. ഒരു കാലഘട്ടത്തിൽ ചില തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് എല്ലാവരും വളരെയധികം ഒരു പ്രസാദമായിട്ടാണ് ഈ കോഴി ഇറച്ചി അവർ കാണുന്നത്. അപ്പം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അവരെ ആവശ്യം. അതിന് ദേവി സാന്നിധ്യമുണ്ട്. അങ്ങനെ അതിന് നമ്മൾ പഴയ പോലുള്ള കോഴിവെട്ടൊന്നും ഇപ്പം ഇല്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉത്തരവുണ്ട്, പക്ഷിബലി നിരോധിച്ചിട്ടുള്ള ഓർഡർ ഉണ്ട്. അതിനനുസരിച്ച് നമ്മളിവിടെ പോസ്റ്ററുകളും കാര്യങ്ങളും വെച്ചിട്ട് നമ്മളും അത് തടയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കർമ്മങ്ങൾക്ക് മാത്രമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. മറ്റേത് ആദ്യം അങ്ങനെ അല്ലായിരുന്നു. ആദ്യം കണ്ടമാനം കോഴിവെട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ഹൈക്കോടതി നിയമപ്രകാരം ഒരു ഉത്തരവ് തന്നെ ഉണ്ട്. അതിനനുസരിച്ചുള്ള പോലീസ് ഉദ്യോഗസ്ഥരനുസരിച്ച്, പ്രൊസീജർമാരായാലും ശരി, നിയമത്തിനനുസരിച്ച് നമുക്കും പോകാൻ കഴിയുള്ളൂ. നമുക്ക് അതിലപ്പുറം നമുക്ക് ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അപ്പുറത്തേക്ക് നമുക്കും കിടക്കാൻ പറ്റില്ല. കർമ്മങ്ങൾ പഴയ ആചാരപ്രകാരം നമ്മൾ ആ കർമ്മത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്തിട്ട് ബാക്കി അങ്ങനെ. ഇവിടെ ആർക്ക് വേണമെങ്കിലും കുതിരയായിട്ട് വരാൻ പറ്റുമോ? അതെ. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാധാന്യം ഹരിജൻസിനാണ്. കുതിര കിട്ടുന്നത് ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട അവർക്കാണ് അതിന്റെ അധികാരം. അപ്പം നമ്മൾ ഈ മറ്റുള്ള സമുദായക്കാരായാലും ഹിന്ദു മതത്തിൽപ്പെട്ടുള്ള മറ്റുള്ള ജാതി പറയല്ല, മറ്റുള്ള ആളുകളായാലും ആർക്കെങ്കിലും വഴിപാടായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഹരിജൻ വിഭാഗക്കാരായിട്ടുള്ള ആളുകളാണ് അവർ കൊണ്ട് ഏൽപ്പിക്കുക. അതിനുള്ള ചെലവുകളൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് കെട്ടിച്ച് അവരാണ് കൊണ്ടുവരാം. അതുകൊണ്ടാണ് പേരും നക്ഷത്രവും പല കുതിരകളും കാണാൻ കഴിയുന്നത്. അതൊരു വഴിപാടാണത്. അപ്പൊ അവരുടെ പേരിൽ അവരെ നക്ഷത്രം എഴുതിയിട്ട് വഴിപാടായിട്ട് കൊണ്ടുവരാണ് ചെയ്യുക. അത് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞ ആളുകളുണ്ടാവും. അതിപ്പോ ജാതി മതഭേദമന്യേ എല്ലാവരും ഉണ്ടാവും. ഇത് ചെയ്യാനുള്ള അവകാശം ഹരിജൻ വിഭാഗത്തിലുള്ള ആളുകളാണ്. അവർ മാത്രമേ ഇത് കുതിര കെട്ടുള്ളൂ. പക്ഷെ ഇത് കൊണ്ടുവരുന്ന അന്നല്ല, അതിന് മുന്നേ ഒരു മാസം മുന്നേ അതിന്റെ പ്രയത്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അതെ, ശരിയാണ്. ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടാവില്ല. അവർ കുട്ടിപ്പാട്ടുണ്ട്, കുതിരക്കല്യാണം ഉണ്ട്, അതൊക്കെ അവരുടെ വീടുകളിൽ വെച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുതിരക്കല്യാണമൊക്കെ ഭയങ്കര ചടങ്ങായിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ദിവസം മാത്രമാണ് ഇവിടേക്ക് വരിക. അല്ല, ഞാൻ ചെറുപ്പത്തിൽ കുതിരകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നെന്ന് വെച്ചാൽ അടുത്തുള്ള ഹരിജൻ ആൾക്കാർ കുതിര കെട്ടും, എന്നിട്ട് എല്ലാ വീടുകളിലും പോകും. എന്നിട്ട് അവിടെ നമ്മൾ നിലവിളക്കും അരിയൊക്കെ വെച്ച് കൊടുക്കുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏകദേശം നിന്നു. ചുറ്റുവട്ടം തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഏകദേശം അങ്ങനെ ഇപ്പം അങ്ങനെ പോപ്പുലർ അല്ല. ഇപ്പം ആരും കാണാറില്ല. ഒന്ന് വീടുകളിൽ എണ്ണം കൂടി, വഴികൾ മാറി ഒക്കെ സൗകര്യം. അപ്പോൾ ചിലർക്ക് ഇത് ചെയ്യാനുള്ള മടിയായിരിക്കാം. അപ്പോൾ അതൊക്കെ കാരണം പതിയെ ഒന്നു. അപ്പോൾ എനിക്ക് ചോദ്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കുതിരയായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടിന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരുന്നതിന് മുന്നേ എന്തൊക്കെ സ്ഥലങ്ങളിലൂടെ അല്ലെങ്കിൽ ചടങ്ങുകളിലൂടെയാണ് അവർ കടന്നു വരേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടിച്ചിറ ഭാഗത്തുനിന്ന് മുട്ടിച്ചിറ അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് പിന്നെ ഹൈവേയിലേക്ക് അങ്ങോട്ട് തലപ്പാറ കഴിഞ്ഞിട്ട് വരുന്ന ആളുകൾ, ആ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും വരുന്നത് കലംകൊള്ളിയാല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മുട്ടിച്ചിറ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ്. അവിടെ ഒരു ആൽമരുണ്ട്, ക്ഷേത്രത്തിന്റെ ബാക്കി സ്ഥലമാണ്. ഇവിടുത്തെ 7ാം പൂജ കർമ്മങ്ങളൊക്കെ നടക്കുന്ന അവിടെയാണ്. അവിടെ ഒരു വലം വെച്ച് അവിടെ നിന്ന് പിന്നെ നേരെ വന്ന് പിന്നെ ഈ വയലിന്റെ പക്കത്ത് ഒരു പൈങ്ങാംകുളങ്ങര എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു പാലമരം, ഒരു കുളം എല്ലാം ഉള്ള ഒരു ക്ഷേത്രത്തിന്റെ ഭാഗം തന്നെയാണ്. അവിടെ ഇവിടുത്തെ കർമ്മങ്ങളൊക്കെ വ്യാഴാഴ്ചയൊക്കെ കുരുതിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വെളിച്ചപ്പാടൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അവിടെയും വലം വെച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് വരുള്ളൂ, ആ ഭാഗത്തുനിന്ന് വരുന്നവർ. പിന്നെ ഈ കുന്നത്തുറമ്പ്, പന്തരങ്ങാടി, പരപ്പനങ്ങാടി ഈ ഭാഗത്തൊക്കെ വരുന്ന കുന്നത്തുറമ്പ് വഴിയാണ് വരിക. ഇവരും ഇപ്രാവശ്യം പാടത്ത് വെള്ളമായതുകൊണ്ടും കലപ്പെരുങ്കൽ അങ്ങോട്ട് കയറാൻ പറ്റാത്തൊരു കാരണം കൊണ്ടും മാത്രം ചില കുതിരകൾ എന്നിട്ടും പോയിട്ടുണ്ട്. മറ്റുള്ള കുതിരകളൊക്കെ നേരെ ക്ഷേത്രക്കൊമ്പുകളിലേക്ക് കയറുക ചെയ്തത്. ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്നവരെല്ലാവരും അവിടെ കയറിയിട്ടാണ് വരിക. പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ വരുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കാം,
ആദ്യം ഒരു മുട്ടിച്ചിറ പള്ളി പോവും, പിന്നെ മമ്പറം പള്ളി അവിടെ പോവും. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലങ്ങളായിട്ട് വലിയൊരു കാലപ്പഴക്കം അതിന് വന്നിട്ടില്ല. കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ഒരു ആചാരം പോലെ നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുട്ടിച്ചിറ പള്ളിയിൽ ജുമാ നമസ്കാരം കഴിഞ്ഞാൽ ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കുന്നുണ്ട്. ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അവിടെ കാണിക്ക അർപ്പിച്ചിട്ടാണ് കുറച്ച് ടീമുകളൊക്കെ വരുന്നത്. അതിപ്പോ കുറച്ച് കാലങ്ങളോടെ ഉണ്ടായതാണ്. അതിപ്പോൾ ഒരു 2 തലമുറ കഴിയുമ്പോൾ അത് പൂർവികമായിട്ടുള്ള ഒരു ആചാരമായിട്ട് നിലനിൽക്കും. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അതിന്റെ ബാക്കിൽ എന്താണെന്നുള്ളത് ക്ഷേത്ര ഭാരവാഹികൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ ഒരു ഐതിഹ്യം ഇതിലില്ല. കുറച്ച് കാലങ്ങൾ കൊണ്ട് മുട്ടിച്ചിറ പള്ളിയിൽ ജുമാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു വിളക്ക് കത്തിച്ചു വെക്കുന്നുണ്ട്. അത് പൂർവികമായിട്ടൊന്നും ഇല്ല, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് തുടങ്ങിയതാണ്. അതുപോലെ തന്നെ മമ്പറം പള്ളിയുമായിട്ട് ക്ഷേത്രത്തിന് നേരിട്ട് ഒരു ബന്ധമല്ല. പക്ഷെ ഇപ്പൊ ഈ മമ്പറം പള്ളിയിൽ ഞാൻ പരിസരത്തുള്ള ഒരാളാണ്. അപ്പൊ ഞാനും ഈ മമ്പറം പള്ളിയിൽ പോകുന്നൊരു വിശ്വാസിയാണ്, ഇടയ്ക്ക് പോവാറുണ്ട്. അത് നമ്മളൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ കളയട്ടക്കാവിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ആ പള്ളിയിലേക്ക് അലൗഡ് ഇല്ലാത്തൊരു സ്ഥലം അങ്ങനൊന്നുമില്ല. എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു പള്ളിയാണ് മമ്പറം പള്ളി. അപ്പൊ നമ്മൾ എന്നെ പോലുള്ള വിശ്വാസികൾ, നമ്മൾ ഹിന്ദുമതത്തിൽ, ഞാനിപ്പോൾ ഹിന്ദുമത വിശ്വാസിയാണ്. അപ്പോൾ ആ അതിലുള്ള ആളുകൾ മുമ്പ് പള്ളി പോരാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കാര്യങ്ങൾ ചെയ്യാറുണ്ട്, നേർച്ചകൾ കൊടുക്കാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ പരിസരത്തുള്ള, അതായത് പന്താരങ്ങാടി, തിരുരങ്ങാടി, മമ്പറം, ചെമ്മാട്, ആ ഒരു ചുറ്റുവട്ടത്ത് ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾ ഈ കുതിര കെട്ടിയാലും അവിടെ പോകും എന്ന് കരുതി എല്ലാവരും അവിടെ പോകണം എന്നുള്ളതല്ല. എല്ലാവരും പോകുന്നില്ല. ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആളുകൾ ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവിടെ പോയിട്ട് അവർ വരാറുള്ളൂ. അത് പൂർവികരും അങ്ങനെ തന്നെയാണ് എന്ന് കരുതിയിട്ട് ക്ഷേത്രവുമായിട്ട് മമ്പറം പള്ളിയുമായിട്ടോ ഒരു ബന്ധമില്ല. പിന്നെ അത് മാത്രമല്ല, അതൊരു ജനകീയമായിട്ടുള്ള ഒരു ഉത്സവമാണ്. അല്ലൊരു ഹിന്ദുമത വിശ്വാസികൾക്ക് മാത്രമേ പാടുള്ളൂ എന്നോ അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരോ മറ്റുള്ള ജാതിയിൽപ്പെട്ട ആളുകളോ ഒന്നും അങ്ങനത്തെ ഒരു കണക്കേ ഈ ഉത്സവത്തിനെ സംബന്ധിച്ചില്ല. ഇത് മലബാറിന്റെ അവസാനത്തെ ഉത്സവമാണ്. ഉത്സവം എന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടാവില്ല, ജാതി മതഭേദമന്യേ എല്ലാവരും ഉണ്ടാവും. മലബാറിൽ ആദ്യം തുടങ്ങുന്നത് പേടിയാട്ടാണ്. പള്ളിക്കുന്ന് പേടിയാട്ടമ്മ തുറക്കാനും പേടിയാട്ടമ്മ തുറക്കാനും കളയട്ടക്കാവലം അടയ്ക്കാനും എന്ന് പറഞ്ഞ പഴഞ്ചൊല്ല് തന്നെ ഉണ്ട്. അല്ലെങ്കിൽ അവിടെ തുറന്ന് അവിടെ ഉത്സവം തുടങ്ങിയതിന് ശേഷമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾ ആരംഭിക്കുക. അതെല്ലാം ആരംഭിച്ച് അവസാനം ഇടവമാസത്തിൽ ആദ്യത്തെ തിങ്കളാഴ്ച മുതൽ 17 ദിവസം കൊണ്ട് കളയട്ടക്കാവൽ ഉത്സവം കഴിഞ്ഞാൽ മലബാറിലെ എല്ലാ ഉത്സവങ്ങളും സമാപിച്ചു. അതാണ് ഇതിന്റെ ഐതിഹ്യം. വിളിവള്ളി തറവാട്ടിലെ പഴയ കാരണന്മാര് ഉപാസന നടത്തിയിട്ടാണ് കുടുംബദേവി ക്ഷേത്രത്തിലെ ദേവിയായിട്ട് ഉപാസിച്ചിട്ട് കൊണ്ടുവന്നതാണെന്നുള്ളതാണ് അതിന്റെ ഐതിഹ്യം. അങ്ങനെ ദേവി വന്ന സമയത്ത് കുടിയിരുത്തിയ സ്ഥലം, അന്നത്തെ വിളിവള്ളി തറവാട്ടുകാരെ തറവാട് അതായിരുന്നു. ഈ ചാത്തൻകളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് തറവാട്. ഇപ്പൊ കുറച്ചുകൂടി കിഴക്കോട്ട് മാറിയിട്ടാണ് ഇപ്പോഴുള്ള തറവാട് നിലക്കുന്നത്. ഇപ്പോഴും ആ പഴയ തറവാടിന്റെ മറ്റും കാര്യങ്ങളും, അതായത് പൂജ ചെയ്ത പഴയ കാരണന്മാർ അമ്മേനെ കുടിയിരുത്തിയ ആ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അതാണ് ഇതിന്റെ മൂലസ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. പഴയ കാലം മുതലേ അങ്ങനെ തന്നെയാണ്. അവിടേക്ക് അമ്മ വന്നതിന് ശേഷം അമ്മയ്ക്ക് ഒരു അമ്പലത്തിന് വേണ്ടിയിട്ട് സ്ഥലം, ഇത് വിലുവള്ളി തറകാട്ടുകാരെ അപ്പാശ്ശേരിക്കാരോട് വാങ്ങിയ സ്ഥലമാണ്. അല്ലാതെ മമ്പറം തങ്ങൾ കൊടുത്തു എന്നുള്ളതൊക്കെ ഇപ്പോൾ ഒക്കെ കുറച്ച് കാലങ്ങൾ കൊണ്ട് ഈ അമ്മയ്ക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്തത് മമ്പറം തങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മളെ പാണക്കാട് തങ്ങൾ, നമ്മൾ ഒരു മാസത്തിൻ്റെ ഉള്ളിലായിട്ട് ഞാനിപ്പോൾ ഒരു റിപ്പോർട്ടർ ചാനലുമായിട്ടൊരു അഭിമുഖം കണ്ടു. തങ്ങൾ പറയുന്നത് ഹൈദരലി തങ്ങളാ തോന്നുന്നു, തങ്ങൾ അവിടെ നിന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിട്ടൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഇവിടെ കളിയാട്ടക്കാവിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെപ്പറ്റി ചോദിച്ചാണ്. അരുൺ സാറാണ് ചോദിക്കുന്നത്. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, റിപ്പോർട്ടർ ചാനലിലുള്ള അരുൺ സാറാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ തങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കളിയാട്ടക്കാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടെ അവർണരും സവർണരും ഉള്ളൊരു ഉത്സവമാണ്. ഇതൊന്നും ഇവിടെ നടക്കുന്നതല്ല. ഇവിടെ അവർണരും ഇല്ല, സവർണരും ഇല്ല. ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഓരോരോ ദിവസം ഓരോരോ കർമ്മങ്ങളുണ്ട്. ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ജാതി മത ഭേദമന്യേ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ഹിന്ദുമതത്തിൽപ്പെട്ട എല്ലാവർക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടോ മറ്റുള്ളവരുടെ കേട്ടറിവ് കൊണ്ടോ എന്താണെന്ന് നമുക്ക് അറിയില്ല സത്യാവസ്ഥ. അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയത്തെ പോലത്തെ ഇതുപോലുള്ള ചാനലുകളൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർണർക്ക് ഇവിടെ ഉത്സവത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഉത്സവം ഇല്ലാഞ്ഞിട്ടോ ആഘോഷിക്കാൻ പറ്റാഞ്ഞിട്ടോ അത് കേട്ടാലറിയാം. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ തരാം, അത് കേട്ടാലറിയാം. അപ്പോൾ പറയുന്നത് അവർണറായിട്ടുള്ള വിഭാഗക്കാർ എന്നിട്ട് മമ്പറം തങ്ങളോട് പോയി പരാതി പറയുകയും മമ്പറം തങ്ങൾ പിന്നെ ഇവിടെ ഒരു ദിവസം ഉത്സവം നിശ്ചയിച്ചു കൊടുക്കുകയും അതാണ് ഈ വെള്ളിയാഴ്ച കളയാട്ടം, കോഴിക്കളയാട്ടം ആയിരിക്കുകയും എന്നൊക്കെ പറഞ്ഞ് ഇപ്പം തന്നെ ഇതിങ്ങനെ പറഞ്ഞ് പരത്തി കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾ കൊണ്ട് ഇത് തന്നെ ആയി മാറുള്ളൂ. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുമ്പോഴാണ് നമുക്ക് ആരെങ്കിലും ഒരു ചാനലിൽ ഇരുന്നിട്ട് പറയുന്നത് പോലെ അല്ല. ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വാക്കുകൾ പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഞാനും നിങ്ങളും സംസാരിക്കുന്നത് പോലെ അല്ല നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഒരു ചാനലിലോ ഇരുന്ന് പറയുന്നത്. ഇത് എത്രയോ ജനങ്ങൾ കേട്ട് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഇതിന്റെ ഐതിഹ്യം വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ അവർണരോ സവർണരോ എന്നുള്ള വിഭാഗവും ഇല്ല, അങ്ങനെ ഒരു ഉത്സവവും ഇല്ല. അല്ലേ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ദേവിയെ അവിടെ കുടിയിരുത്തി ഇങ്ങോട്ട് എത്തിയത് പറഞ്ഞില്ല. ഇങ്ങോട്ട് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ഷേത്രം അവിടെ ചാത്തങ്കാരി കുടിയിരുത്തിയിട്ട് അമ്മയ്ക്ക് സ്ഥലം
ഒരു അമ്പലമായിട്ട് പണിത് അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് മകനെ പറഞ്ഞയക്കണം അമ്മ. മകൻ ഗണപതി ഭഗവാനെ പറഞ്ഞയക്കണം. അതാണ് നമ്മൾ ഐതിഹ്യങ്ങളിൽ പറയുന്നത്. മകനെ പറഞ്ഞയക്കുന്ന സമയത്ത് മകൻ വന്നിട്ട് നേരെ വന്നിരുന്ന സ്ഥലമാണ് ഈ ക്ഷേത്രത്തിന് ഇപ്പോൾ അമ്മേൻ്റെ ക്ഷേത്രം ഇരിക്കുന്നതിൻ്റെ നേരെ കിഴക്ക് ഭാഗത്ത്. അപ്പം മകനെ പറഞ്ഞയച്ച മകനെ കാണാഞ്ഞിട്ട് അമ്മ തിരക്കി വരികയാണ്. അമ്മേൻ്റെ അമ്പലത്തിനുള്ള സ്ഥലം നോക്കാൻ വേണ്ടി മകൻ പോയിട്ട് മകനെ കാണാഞ്ഞിട്ട് അമ്മ തിരക്കി വരുമ്പോൾ മകൻ ഇവിടുത്തെ ഈ കളയാട്ടമുക്ക് ഈ ഭാഗത്തുള്ള ഈ സ്ഥലം പണ്ടൊരു കാടും പഴയ എല്ലാ സമയത്തും പണ്ടൊരു പൂങ്കാവനം തന്നെ ആയിരുന്നു. ഇപ്പോൾ ബിൽഡിങ്ങുകളും കാര്യങ്ങളും പൊന്തിയത് നോക്കണ്ട. പഴയ കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് മകൻ ഇത് ഇവിടെയൊക്കെ ഇരുന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത്. ഈ ഗണപതി ഭഗവാൻ ഇരുന്ന് ഉറങ്ങണത്. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് മകനെ ശാസിച്ചുകൊണ്ടാണ് മകനോട് നേരെ ഇനി മുതൽ ഇനി എൻ്റെ മുഖം കാണണ്ട എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് മാറിയിട്ട് പടിഞ്ഞാറോട്ട് മുഖം തിരിഞ്ഞിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ദർശനം പടിഞ്ഞാറോട്ടാണ്. ഏതൊരു ക്ഷേത്രത്തിലും ഗണപതിന്റെ സ്ഥാനം കന്നിമൂലയിലായിരിക്കും, കന്നിമൂലയിലായിരിക്കും ഏതൊരു ക്ഷേത്രത്തിലും. പക്ഷേ ഈ ക്ഷേത്രത്തിൽ മാത്രം പടിഞ്ഞാറ് ഭാഗത്ത് അമ്മയുടെ ബാക്ക് ഭാഗത്താണ്, കന്നിമൂലയിലല്ല ഗണപതി ഭഗവാന്റെ സ്ഥാനമുള്ളത്. അപ്പോൾ ഇത് മകനെ തിരക്കി വന്നപ്പോൾ മകൻ ഇരുന്ന് ഉറങ്ങണതാണ് കണ്ടത്. അപ്പോൾ ആ ഒരു ദേഷ്യത്തിലാണ് അമ്മ മുഖം തിരിഞ്ഞിരിക്കുന്നത്, ഇനി കാണണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും ഇവിടെ കളയാട്ടോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മ മകനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നൊരു എഴുന്നള്ളത്താണ് ഈ പറഞ്ഞത്. അതാണ് നേരത്തെ നമ്മളെ കാരണവർ പറഞ്ഞത്. ഈ എഴുന്നള്ളത്ത് കഴിഞ്ഞ് വരുന്ന സമയത്ത് പെരുമലൈ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ, അന്നത്തെ കാരണവര്, കുട്ടികളായാലും ആരായാലും അന്നത്തെ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബം തന്നെ ഉണ്ട്. അതിന് എല്ലാ ആളുകളല്ല, എല്ലാം ഈ അമ്മേൻ്റെ ഈ ഉത്സവം നടത്തിപ്പിനായിട്ട് ഓരോരോ കുടുംബക്കാർ ഏൽപ്പിച്ചിട്ടുണ്ട് പണ്ട് മുതൽ. ആ കുടുംബത്തിന് മുട്ട് ബല എന്തെങ്കിലും വരികയാണെങ്കിൽ അടുത്തൊരു ആള് വേറെയും തറവാട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് 5 തറവാട്ടിൽ ഉള്ളിലുണ്ട്. പുറമെ അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ, പന്തീരായിര പൂജ പോലത്തെ കർമ്മങ്ങൾ ചെയ്യാൻ പെരുവണ്ണ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, തണ്ടാൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പം എല്ലാ വിഭാഗക്കാരും ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഓരോരോ കർമ്മങ്ങളുണ്ട്. അപ്പോൾ ഇവരെ കുടുംബത്തിൽ തന്നെ ഈ പുല പോലത്തെ മരണമോ അല്ലെങ്കിൽ മുട്ടുമോ വല്ലായ്മകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തറവാട്ടുകാർക്ക് ചെയ്യാൻ പറ്റൂലെങ്കിൽ അതിന് നെക്സ്റ്റ് അടുത്തൊരു തറവാട്ടുകാർ വേറെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരാൾക്ക് പറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ മുടങ്ങാതിരിക്കാം. അന്ന് മുതലേ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോരുന്നത്. ഈ തറവാട്ടുകാരല്ലാണ്ട് വേറെ ആർക്കും ഇത് കയറി ചെയ്യാൻ പറ്റില്ല. പുറത്തുനിന്ന് ഒരാളെ നമുക്ക് കൂലിക്ക് വിളിച്ചിട്ട് മറ്റുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കർമ്മങ്ങൾ നിർത്തിയൊക്കെ അല്ലാണ്ട് ഈ അമ്മ ഏൽപ്പിച്ചത് ആരൊക്കെയാണോ ആ തറവാട്ടുകാരൻ. ഇതിന്റെ ഒരു തോറ്റമ്പാട്ടുണ്ട്. ആ തോറ്റമ്പാട്ടിൽ അമ്മ വന്ന വഴിയും ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എല്ലാം അതിലുണ്ട്. ഇത് കുറച്ച് കാലങ്ങൾ കൊണ്ടാണ് ഈ മമ്പുറം പള്ളിയും അതുമാതിരി ഇപ്പൊ തുടങ്ങിയതാണ്. മമ്പുറം പള്ളിന്റെ കുറച്ച് കാലങ്ങളോട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തുടങ്ങിയാണ് മുട്ടിച്ചിറ പള്ളിയിൽ വിളക്ക് വെക്കലും അപ്പൊ അതിന് കാണിക്ക അർപ്പിക്കലും അവിടെ തൊഴുതിട്ടാണ് വരിക എന്ന് പറയുന്നത്. ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇവിടെ വരുന്ന എല്ലാ നാനാജാതി മതസ്ഥരും ഒരു ജനമൈത്രി ആയിട്ടുള്ള ഒരു ഉത്സവമാണ്. എല്ലാവർക്കും പങ്കെടുക്കാം. ഈ വെള്ളിയാഴ്ച എന്നല്ല, ഈ 17 ദിവസവും 40 ദിവസം മണ്ഡലത്തിലും മറ്റുള്ള ക്ഷേത്രങ്ങൾക്കൊക്കെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പാൻറ് ഇട്ട് വരാം, ഷർട്ട് ഇട്ട് നടക്കാം, ചെരുപ്പ് മാത്രം ഈ കോമ്പൗണ്ടിൽ ഉപയോഗിക്കരുത്. ഒരുവിധം ക്ഷേത്രങ്ങളിലൊക്കെ പോയി പാൻറ് ഇട്ടാൽ പല ക്ഷേത്രത്തിലും പല രീതികളാണ്. ഇവിടത്തെ അങ്ങനത്തെ യാതൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളൊന്നുമില്ല. ചെരുപ്പ് മാത്രം ഉപയോഗിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിനെ സംബന്ധിച്ച് വൃശ്ചിക മാസം 1-ാം തീയതി തുറന്നു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഉണ്ടാവും. എല്ലാ ക്ഷേത്രത്തിലും 41 ദിവസം തുറക്കും. ഈ ക്ഷേത്രത്തിൽ 40 ദിവസമേ ഉള്ളൂ. അതായത് മകരവിളക്കിന് അന്ന് ഇവിടെ ഉണ്ടാവില്ല. 40 ദിവസം 40 ദിവസം എന്ന് പറഞ്ഞാൽ 40 ദിവസം. മകരവിളക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നല്ല. ഇവിടെ വൃശ്ചിക 1 മുതൽ കറക്റ്റ് 40-ാം ദിവസം നടക്കും. പിന്നെ 7-ാം പൂജ നടക്കുന്നത് കലങ്കൊള്ളിയിലാണ് 7-ാമത്തെ ദിവസം. അതുപോലെ തന്നെയാണ് ഇതും കളയാട്ടം. ജടവമാസത്തിൽ ആദ്യത്തെ തിങ്കളാഴ്ച. അത് ജടവമാസത്തിന് 1-ാം തീയതി 2-ാം തീയതി ഡേറ്റിനല്ല. എന്നാണോ തിങ്കളാഴ്ച ഫസ്റ്റ് ഡേ വരുന്നത്, 1-ാം തീയതി തിങ്കളാഴ്ച വന്ന അന്ന് 7-ാം തീയതി വേണമെങ്കിൽ 7-ാം തീയതി തിങ്കളാഴ്ച എന്നാണോ അന്നത്തെ തിങ്കളാഴ്ചയാണ് ഈ കളയാട്ടം കാപ്പൊലിക്കൽ. കാപ്പൊലിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷേത്രത്തിലും കൊടിയേറ്റ് എന്ന് പറയും. ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്ന ദിവസം. അപ്പൊ ഇതിന് ഇവിടെ പറയുന്നത് കാപ്പൊലിക്കൽ എന്നാണ്. അത് നടക്കുന്നതും ഇവിടെ വെച്ചിട്ടല്ല, ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായിട്ടുള്ള ചാത്തങ്കളാരി വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ട് കാരണവർക്ക് ഇവർ പണം വെച്ചിട്ട് 17 ദിവസത്തെ ഉത്സവം ഞങ്ങൾ നടത്തിക്കോളാന്നും പറഞ്ഞിട്ട് പണം വെക്കുകയാണ്. അതിന് ചടങ്ങുകളൊക്കെ ഉണ്ട്. നേരിട്ട് വന്നാലേ ഇപ്പോൾ വിശദമായിട്ട് കാണാൻ പറ്റും. ആ ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ഈ 17 ദിവസത്തെ ഉത്സവം ഞങ്ങൾ നടത്തിത്തരും എന്നുള്ളൊരു വാക്കാണത്. പഴയൊരു കർമ്മങ്ങളാണ്. ആ വാക്ക് ഒരു പണം വെച്ചിട്ട് അവർ വാക്ക് കൊടുക്കുകയാണ് ക്ഷേത്രത്തിൽ അന്നത്തെ തലമൂത്ത പുരുഷൻ. കാരണവരായിട്ടുള്ള ആൾക്ക് പണം വാക്ക് കൊടുത്തിട്ട് എന്ത് സംഭവിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളെ നടത്തിത്തരും എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ട് അവിടുന്ന് കൂടി പിരിഞ്ഞിട്ടാണ് ക്ഷേത്രത്തിലേക്ക് വരിക. അന്നത്തെ ദിവസം ഇവിടെ ക്ഷേത്രത്തിൽ മേൽശാന്തിയൊക്കെ ഉണ്ടാവും. ക്ഷേത്രത്തിൽ ഒരു നട തുറന്നൊരു വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പൂജകളോ മറ്റുള്ള നിവേദ്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഇവിടുത്തെ തന്ത്രി ഒരു ചെറുമംഗലം മനക്കരള്ളം തന്ത്രിയാണ് ക്ഷേത്രത്തിലെ. അപ്പോൾ അവരിവിടെ വന്നിട്ട്
ശുദ്ധികലശവും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ശേഷം ഇവിടെ നിവേദ്യം പൂജകൾ പോലും പ്രസാദം പോലും പിന്നെ കിട്ടുള്ളൂ. ശരിക്കും ചൊവ്വാഴ്ച മുതലാണ്. തിങ്കളാഴ്ച തുറക്കുമെങ്കിലും വേറെ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല, പൂജകൾ ഉണ്ടാവില്ല, പ്രസാദം ഒന്നും കിട്ടില്ല, വഴിപാടുകളൊന്നും നടത്തില്ല. ചൊവ്വാഴ്ച ഈ ശുദ്ധികലശത്തിൻ്റെ കർമ്മങ്ങൾ തന്ത്രി വന്ന് നിർവഹിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പൊതുജനങ്ങളുടെയായാലും ആരുടെയായാലും വഴിപാടുകൾ മുട്ടറക്കൽ പോലും നടത്തുള്ളൂ. അതൊന്നും കൂടുതൽ ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ചൊവ്വാഴ്ച മുതൽ നമ്മളിത് തുടങ്ങി കഴിഞ്ഞാൽ ഈ 17 ദിവസമുള്ള ഉത്സവം, ഈ 17 ദിവസത്തിൽ 12-ാം ദിവസം വെള്ളിയാഴ്ച മാത്രമേ രാവിലെ നട തുറക്കുള്ളൂ. രാവിലെ ഒരു 5 മണിയാകുമ്പോൾ നട തുറന്നു കഴിഞ്ഞാൽ 4 മണി 5 മണിയാകുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഈ കുതിരവരവ് അവസാനിച്ച് അടുത്തൊരു കളട്ടം കഴിഞ്ഞിട്ട് നട അടയ്ക്കുള്ളൂ. ഈ പ്രാവശ്യം നമ്മൾ വെള്ളിയാഴ്ച പുലർച്ചെ തുറന്നിട്ട് ശനിയാഴ്ച രാവിലെ 8 മണിക്കാണ് നട അടയ്ക്കുന്നത്. അത് ഈ കുതിരവരവ് വരാനുള്ള താമസവും പിന്നെ അത് കഴിഞ്ഞിട്ടൊരു കളട്ടം വേറെ നടത്താനുള്ളത് കൊണ്ടും കൂടിയിട്ടാണ്. ഇത് കാരണം അപ്പം ഞാൻ അവസാനത്തെ ചോദ്യം നേരത്തെ ചോദിച്ചു കഴിഞ്ഞു. എന്തായാലും ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇത്രയും നേരെ ഇരുന്നതിന് വളരെ നന്ദി. ഇനിയും ഇത് ഒരു ജനങ്ങളുടെ ഉത്സവമായിട്ട് യശസ് ഉയർത്തട്ടെ നമ്മളെ മലബാറിൻ്റെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ബാലൻ എന്നാണ്. ബാലൻ എന്നാണ്. ഞാൻ പാണർകണ്ടി തറവാട്ടിലുള്ള ആളാണ്. ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ കുതിര പൊളിച്ചിട്ട് അത് നമുക്ക് എടുക്കാനുള്ളത്. അപ്പം നിങ്ങൾ ഈ കുതിര പൊളിച്ച് ഈ സാധനം കൊണ്ട് എന്താ ചെയ്യുക? നമ്മൾ ഈ പണ്ട് കാലത്ത് ഇത് തൊപ്പിക്കട കെട്ടിയിട്ടുണ്ടായിരുന്നു. തൊപ്പിക്കട കെട്ടിയിട്ടാണ് അന്നത്തെ ഉപജീവന മാർഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അമ്പലത്തിലേക്ക് ആവശ്യത്തിന് കൊടുക്കുക, ദേശത്ത് അമ്പലത്തിൽ നമ്മൾ പിന്നെ കുട കൊടുക്കാണ്ട്. അപ്പം അതിനും ഈ മുള ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പൂർവികമായിട്ട് എൻ്റെ അച്ഛനൊക്കെ ചെയ്തിരുന്ന അതായിരുന്നു. തൊപ്പിക്കൂടെ ഉണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ ആർക്കും കൊടുക്കും. അങ്ങനെയാണ് അവർ ചെയ്തത്. പിന്നെ അന്ന് ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ അങ്ങനെ ചടങ്ങെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊയ്ക്കുതിര വന്നു കഴിഞ്ഞാൽ അമ്പലം ചുറ്റി കാവ് തീണ്ടുക എന്നാ പറയാ. കാവ് തീണ്ടുക വെച്ചാൽ നമ്മൾ ആൽത്തറയിലേക്ക് വരിക. ആൽത്തറ വന്നാൽ നമ്മളെ ഇത് പിന്നെ ചുറ്റിയിട്ട് പിന്നെ അത് പൊളിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ചടങ്ങുണ്ട്. ചടങ്ങെന്ന് വെച്ചാൽ ഒരു വടിത്തല് തല്ലുക, അതേമാതിരി ഒരു വട്ടക്കളി കളിക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. വട്ടക്കളി എന്ന് വെച്ചാൽ എന്താണ്? വട്ടക്കളി എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവന്ന കുറുവടികളുണ്ട്. ഇവർക്കൊരു കുറുവടി ഉണ്ടാവും, പിന്നെ അതിൽ കൊണ്ടുവന്ന വടികളുണ്ടാവും. ചിലപ്പോൾ ഒരു മുളക്കഷ്ണായാലും എന്തായാലും കുറുവടിയാണ് ഉപയോഗിക്കുക. ആ കുറുവടി ഉപയോഗിച്ചിട്ട് അവർ പിന്നെ ഒരു കൂട്ടത്തോടെ വെക്കും. എന്നിട്ട് അതിന് ചുറ്റും നിന്നിട്ട് ഇവരെ കാരണവർമാരുണ്ടാവും. ആ ഒരു കാരണം ഒരു പാട്ട് പാടും. അമ്മേൻ്റെ ശ്ലോകം പാടിയിട്ട് ഇവിടെ വന്നതിൻ്റെ ഐതിഹ്യങ്ങൾ വന്നിട്ട് പാടിയിട്ട് ആ പാട്ട് പാടി അവർ അതിൻ്റെ ചുറ്റും നടത്തും. അങ്ങനെ ചുറ്റി കൈകൊണ്ട് ആംഗ്യം കാണിച്ച് എങ്ങനെയാണ് പാട്ടുണ്ട്. നല്ല പാട്ടുണ്ട്. ഓ, നല്ല കേക്ക് രസമാണ്. പാട്ട് പാടാൻ അറിയോ? എനിക്കറിയില്ല. ഇല്ല, ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്കറിയില്ല. ആ പാട്ട് പാടി ആ നൃത്തം വെച്ച് ആ വടിക്ക് ചുറ്റും നൃത്തം വെച്ച് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആ ആംഗ്യ ഭാഷയിലൊക്കെ ഉണ്ട്. നല്ല കളിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞിട്ട് അവർ ഒരു വടിത്തല്ലും കൂടി ഉണ്ട്. ആ വടിത്തല്ല് വെച്ചാൽ ആ പിന്നെ കൂട്ടം കൂട്ടി വെച്ച ആ വടി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് അവിടെയും തച്ച് ഇവിടെയും തട്ട് തോണ്ടി എന്നിട്ട് ഒരു അടി അടിച്ചിട്ട് അവർ പോരും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഐതിഹ്യം. അതിനാണ് ഒരു പിന്നെ പൂർവികമായിട്ട് ഇവിടെ വന്നിട്ട് ഈ ആൽത്തറ ചുറ്റി പോവാന്ന്. ഞാൻ മിഞ്ഞാന്ന് വന്നപ്പോ ഒന്നും കണ്ടില്ല. ഇപ്പൊ ആർക്കും അറിയില്ല. അതെ, ഇപ്പത്തെ ചെക്കന്മാര് ഇപ്പത്തെ പുതു തലമുറയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇടുക, അവർ സമർപ്പിക്കാൻ പോരുക. ഇതല്ല ചെയ്യേണ്ടത്. ഈ കുതിര കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുതിരേന്റെ ഞാൻ അന്ന് പഴയ കുറച്ച് ആൾക്കാർ കൊട്ടി പാടിയിട്ട് അതെ, ആ കൊട്ടി പാടിയിട്ട് ഒരു പാടുന്നതെന്ന് വെച്ചാൽ ഓലിപ്പോ പാടുക എന്നല്ലാണ്ട് കൊട്ടി പാടുക എന്നല്ലാണ്ട് കളിയില്ല. ഇന്ന് ഇപ്രാവശ്യം കളി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ നമുക്ക് വന്ന അതായത് പെരുമ്പറയം കാവ് തീണ്ടി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള കുതിരകൾക്ക് വരാമെന്നാണ് ഐതിഹ്യമുള്ളത്. പെരുമ്പറയം കാവ് നേരത്തെ തീണ്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന പൊയ്ക്കുതിരയിൽപ്പെട്ട ആളുകൾ കുറച്ച് ആളുകളുണ്ടായിരുന്നു. ആ ആളുകൾ വന്നിട്ട് വടിത്തല്ലും കളിച്ചു, അവരെ വട്ടക്കളിയും കളിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം പോയത്. അതിന് ശേഷം ഒരു 2:30-3 മണിക്ക് ശേഷമാണ് ഈ മാതിരി വലിയ വലിയ കുതിരകൾ കൊണ്ടുപോയിട്ട്. നമ്മൾ ഇന്നലെ പോകുമ്പോൾ 12:30 12:30 കുതിര കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പോയത്. അങ്ങനെ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാനാവാത്തതാണ് ഈ ഒരു കാര്യം. അതായത് നമ്മളുടെ മുട്ടിച്ചിറ മുതൽ കളിയാട്ടക്കാവ് വരെ കുറേ സ്റ്റോളുകൾ നമുക്ക് കാണാൻ കഴിയും, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. ഈ ഉത്സവം നടക്കുമ്പോൾ പൊതുവെ ഇടവപ്പാതി ശക്തി പ്രാപിക്കുക, അതായത് നല്ല മഴ വരും. ഓക്കെ, അതിന് ശേഷമാണ് കൃഷിയൊക്കെ തുടങ്ങുക ഈ കർഷകരെല്ലാവരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വിത്തുകൾ, പിന്നെ കാർഷിക ഉപകരണങ്ങളായ കൈക്കോട്ട്, പിക്കാസ്, അരിവാൾ, വാക്കത്തി, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ ഈ പറഞ്ഞതുപോലെ
തൊപ്പിക്കുട, മൺചട്ടി, പാത്രങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഈ ഒരു ചന്തയിൽ വന്നാൽ കാണാൻ കഴിയും. ഇതിപ്പോൾ കളിയാട്ടത്തിൻ്റെ അന്ന് മാത്രമല്ല, ഈ ഒരു 17 ദിവസവും ഈ ചന്ത സജീവമായിരിക്കും. പിന്നെ ഇവിടെ എനിക്ക് വളരെ കൗതുകം തോന്നിയൊരു കാര്യം, ഇവിടെ ഉണക്ക മത്സ്യങ്ങളും വിൽക്കപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് തെരണ്ടി കാണാം, സ്രാവ് കാണാം, ഏട്ട കാണാം. എന്തായാലും ഏകദേശം 4 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു ചന്ത ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വർഷം മിസ്സാക്കിയാലും അടുത്ത വർഷമെങ്കിലും കളിയാട്ടം വന്ന് കാണാൻ ശ്രമിക്കുക. ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഈ ഉത്സവം തുടങ്ങി 12ാമത്തെ ദിവസം നടക്കുന്ന ഈ കുതിര കൊണ്ടുള്ള ഈ ഒരു പ്രദർശനം കഴിഞ്ഞ് അതായത് ഈ ഉത്സവത്തിന് വന്നവരെല്ലാവരും കുതിര ഇവിടെ ഉപേക്ഷിച്ച് പോകും. അതിൻ്റെ ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇതെല്ലാം പൊളിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് പാണൂർക്കണ്ടി തറവാട്ടുകാരുടെ അവകാശമാണ്. അവരാണിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കാണും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.